The sun. The sun is a huge ball of very hot gases. It's the star closest to the earth, and the sun is the main source of heat and light for all the planets, including the earth. The temperature of the sun's surface is about 5400 degrees Celsius. And it is about the sun. Sun is a huge ball of hot gases. We know that. സൂര്യൻ എന്ന് പറയുന്നത് എന്താണ്? ചൂടുള്ള വാതകങ്ങളൊക്കെ കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വലിയ ഒരു ബോളാണ്. അതായത് സൂര്യൻ, ദ സൺ ഈസ് വെരി ഹോട്ട് അല്ലേ, വളരെ ചൂടാണ് സൂര്യൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സൂര്യനിൽ നിന്ന് ഇത്രയധികം താഴെ ആയിട്ട് പോലും അല്ലേ, നമ്മളും സൂര്യനും തമ്മിൽ ഇത്രയധികം അകലം ഉണ്ടായിട്ട് കൂടി എന്താണ് ചില സമയങ്ങളിൽ നമുക്ക് വളരെയധികം ചൂട് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ സൂര്യന് എത്രത്തോളം ചൂടുണ്ടാകും എന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഇത്രയധികം ദൂരെ ആയിട്ട് പോലും വളരെ ചൂട് ചില സമയങ്ങളിൽ നമുക്ക് തോന്നാറുണ്ട് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അല്ലേ. അപ്പോൾ ദ സൺ ഈസ് എ ഹ്യൂജ് ബോൾ ഓഫ് വെരി ഹോട്ട് ഗ്യാസസ്. സൂര്യൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ ഇവിടുന്ന് കാണുന്ന പോലെ എന്താണ് വളരെ ചെറുതാണോ? നോ, ദ സൺ ഈസ് വെരി ബിഗ്. വളരെ വലുതാണ് സൂര്യൻ, ഒരുപാട് വലുതാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന അതിനേക്കാളൊക്കെ വലുതാണ് സൂര്യൻ. അതുപോലെ തന്നെ അതിന് ചൂടുമുണ്ട്. അപ്പൊ ദ സൺ ഈസ് എ ഹ്യൂജ് ബോൾ, ഒരു വലിയ ബോളാണ്. എന്തിൻ്റെയാണ്? ചൂടുള്ള വാതകങ്ങൾ ഇങ്ങനെ നിറഞ്ഞിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന നല്ല ചൂടുള്ള എന്താണ് വാതകങ്ങളുടെ ഒരു ബോളാണ് ആര്? സൂര്യൻ. Then it is the star closest to the earth. ഭൂമിയുമായിട്ട് വളരെ. ടോഷിൻ ഉറങ്ങി ബോധം കെട്ട് വീഴാണോ ടോഷിൻ? രാത്രിയിൽ എന്താ പണി? ആക്ച്വലി ഉറങ്ങാണോ അല്ല ഉറങ്ങുന്ന പോലെ ആക്ട് ചെയ്താണോ? എന്താണ് പരിപാടി അവിടെ? ആ സൺ എന്നുള്ള പോർഷൻ ഒന്ന് വായിച്ച മോനെ. ഉറക്കം പോട്ടെ ടോഷിൻ. The sun. Unmute ചെയ്തേ. The sun is a ടോഷൻ എവിടെയാ ഇരിക്കുന്നേ? റൂമില്. ബെഡിലാണോ? ചെയറുണ്ടോ അവിടെ? ആ ബെഡിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഇരുന്നേ. അവിടെ ആ ഭിത്തിയിലൊക്കെ ചാരി അങ്ങ് ഇരുന്ന് ഉറങ്ങാതെ ബെഡിൽ നിന്നൊക്കെ എണീറ്റ് ഒരു ടേബിളും ചെയറും ഒക്കെ വെച്ച് നല്ല നീറ്റായിട്ട് ഇരിക്കുക കേട്ടോ. ഉറങ്ങി എണീറ്റ് പോലെ തന്നെ ഇരിക്കുകയാണോ? അതുപോലെ അവിടെ ഒക്കെ ചാരി ആ ബെഡിൽ അങ്ങനെ സുഖമായി ഇരിക്കുന്നോണ്ടാണ് ഉറക്കം വരുന്നത്. കുറച്ച് മുമ്പോട്ട് ഇരിക്കുക, ചാരി ഇരിക്കുകയും ചെയ്യരുത് കേട്ടോ. ആ വായിച്ചോ. The sun is a human ball. Sun is a The sun is a ബാക്കി വായിച്ചേ. ball of very hot കിട്ടുന്നില്ല. അതിന്റെ ബാക്കി വായിച്ചേ. is the stars. ടോഷിൻ ക്ലാസ്സിൽ വായിക്കുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുക കേട്ടല്ലോ. അതിൻ്റെ ഇടയിൽ വേറെ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഓൺലൈൻ ആയിപ്പോയി. ഞാനിപ്പോ 2 തവണ അത് വായിച്ചു, എന്നിട്ട് നിനക്ക് അതിൽ വായിക്കാൻ പറ്റാത്ത ഒന്നും കിട്ടുന്നില്ലേ ടോഷിൻ? ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയാ വായിക്കുന്നത്? ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, വായിക്കാൻ കിട്ടാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിലും ഞാൻ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ആരെങ്കിലും വായിക്കുന്ന സമയത്ത് എന്താണ് വായിക്കാൻ കിട്ടാത്തത് എന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ആ സമയത്ത് ചാരിക്കിടന്ന് ഉറങ്ങല്ല വേണ്ടത്. മനസ്സിലായോ? നേരം വെളുത്തോടാ നിനക്ക് ഉറങ്ങാൻ. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ പിന്നെ അത് വിചാരിക്കാം. നേരെ പുലർന്നല്ലേ ഉള്ളൂ.
ഇവിടെ ശ്രദ്ധിച്ചിരുന്നോളാം. കേൾക്കുന്നുണ്ടോ രോഷിൻ? ഓക്കെ, ലിസൺ ഹിയർ. ദ സൺ, ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് വായിക്കാൻ കിട്ടാത്തതെന്ന് നോക്കുക. The sun is the huge ball of very hot gases. It's the star closest to the earth. The sun is the main sources of heat and light for all the planets, including the earth. The temperature on the sun's surface is about 5,400 degrees Celsius. It's about sun. Sun is a huge ball of hot gases. ചൂടുള്ള വാതകങ്ങളുടെ ഒരു വലിയ ബോളാണ് സൂര്യൻ എന്ന് നമ്മൾ പറഞ്ഞു. Then it is the star closest to the earth. ഭൂമിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റാർ കൂടിയാണ് ആര്? സൂര്യൻ. സൂര്യനും എന്താണ്? നക്ഷത്രമാണല്ലേ. നക്ഷത്രങ്ങൾക്കാണ് സ്വന്തമായിട്ട് ലൈറ്റും പിന്നെ ചൂടും ഉണ്ടാകുക. സൂര്യൻ എന്തുണ്ട്? സൺലൈറ്റും ഉണ്ട്, ഹീറ്റും ഉണ്ട് അല്ലേ. അപ്പൊ സൂര്യൻ എന്താണ്? ഒരു സ്റ്റാർ ആണ്, ഒരു നക്ഷത്രമാണ്. ഇത് ഭൂമിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റാർ ആണ് അല്ലേ. വെരി ക്ലോസസ്റ്റ് ടു ദ എർത്ത്. ഭൂമിയുമായിട്ട് വളരെ അടുത്താണ് ആരുള്ളത്? സൂര്യൻ ഉള്ളത്. Then the sun is the main source of heat and light for all the planets. എല്ലാ ഗ്രഹങ്ങൾക്കും വെളിച്ചവും ചൂടും നൽകുന്നത് ആരാണ്? സൂര്യനാണ്. എന്താണ് മോനെ എഡ്വിൻ? മിസ് പറയുമ്പോ ഇടയ്ക്ക് ചെറുതായിട്ട് കേൾക്കുന്നുള്ളൂ, ഇടയ്ക്ക് ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടോ അങ്ങനെ? ഇല്ലല്ലോ. അത് എഡ്വിന്റെ മാത്രം കുഴപ്പമാണ് കേട്ടോ. അവിടെ നന്നായി ശ്രദ്ധിച്ചിരിക്കുക, അപ്പം കേൾക്കും നന്നായിട്ട്. ദെൻ സൂര്യനാണ് എല്ലാത്തിൻ്റെയും മെയിൻ സോഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. നമുക്ക് കിട്ടുന്ന ചൂടിൻ്റെയും ലൈറ്റിൻ്റെയും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് എല്ലാ ഗ്രഹങ്ങൾക്കും, നമ്മുടെ ഭൂമിക്കും ബാക്കിയുള്ള ആർക്കൊക്കെ, മെർക്കുറി, വീനസ്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, എല്ലാ പ്ലാനറ്റ്സിനും ഏറ്റവും നന്നായിട്ട് വെളിച്ചവും ചൂടും നൽകുന്നത് ആരാണ്? സൂര്യനാണ് എന്നാണ് പറയുന്നത്. ദ ടെമ്പറേച്ചർ ഓഫ് ദ സൺ സർഫേസ് ഈസ് അബൌട്ട് 5,400 ഡിഗ്രി സെൽഷ്യസ്. എങ്ങനെയാണ്? സൂര്യന്റെ ഉപരിതലത്തിലെ ഏറ്റവും താപനില, ടെമ്പറേച്ചർ, ചൂട് എന്ന് പറയുന്നത് 5,400 ഡിഗ്രി സെൽഷ്യസ് ആണ്. 5,400 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ മനസ്സിലായോ? അത് സൂര്യനെ കുറിച്ചും സൂര്യന്റെ ചൂടിനെ കുറിച്ചും പറഞ്ഞത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ഷേപ്പ് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ഷേപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഷേപ്പ് ഓഫ് ദ എർത്ത്. Long ago, people thought that the earth was flat. Now, it has been proved in several ways that the earth is round in shape. നാളുകൾക്ക് മുമ്പ് ആളുകൾ വിചാരിച്ചിരുന്ന എന്താണ്? ഭൂമി എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ്, അതായത് നിരപ്പായിട്ടുള്ള. ഫ്ലാറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ നിരന്ന് കിടക്കുന്ന അല്ലേ. നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ്? ഭൂമി ഇങ്ങനെ പരന്ന് അങ്ങ് കിടക്കുകയാണ് അല്ലേ. ഭൂമി എന്ന് പറഞ്ഞിട്ട് റൗണ്ടിലുള്ള ഒന്നിനെയാണോ നമ്മൾ കാണുന്നത്? അല്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് എന്താണ്? ഈ റോഡും പുഴയും തോടും നമ്മുടെ നാടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ഭൂമി അല്ലേ. അങ്ങനെ അല്ലാതെ റൗണ്ട് ഷേപ്പിലുള്ളത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? റൗണ്ടിൽ ഇങ്ങനെ കിടക്കുന്ന ഭൂമിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നാളുകൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ വിചാരിച്ചിരുന്നത് ഭൂമി എന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്ലാറ്റ് ആണ്, പരന്ന് കിടക്കുന്നതാണ് ഭൂമി എന്നാണ് കരുതിയത്. പക്ഷേ now it has been proved in several ways that the earth is round in shape. പക്ഷെ ഇപ്പൊ തെളിയിക്കപ്പെട്ടു അല്ലെ. എന്താണ്? പല വഴികളിൽ കൂടിയും ഭൂമി ഉരുണ്ടതാണ്, റൗണ്ട് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്തു അല്ലെ. പല തരത്തിൽ നോക്കുകയാണെങ്കിലും ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത് പ്രൂവ് ചെയ്തു. പല മാർഗങ്ങളിലൂടെയും ആളുകൾ അത് കണ്ടുപിടിച്ചു. എന്താണ്? ഭൂമി എന്ന് വെച്ചാൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ളതാണ് എന്നുള്ളത് പ്രൂവ് ചെയ്തു. About 500 years ago, a sailor named Ferdinand Magellan started sailing around the world from Spain. He sailed towards the west and after 3 years came back into the same place from where they had started. This can happen only if the path is circular. ഭൂമി ഉരുണ്ടതാണ് എന്ന് നമ്മളിപ്പോ പ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ. എഡ്വിൻ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? എഡ്വിൻ, എന്തിനാ ക്ലാസ് കട്ട് ചെയ്തു പോയത്? എന്തിനാ കട്ട് ചെയ്തത്?
മിസ്സേ അറിയാണ്ട് കൈ തട്ടിയതാ. അറിയാണ്ട് കൈ തട്ടിയതല്ലല്ലോ എഡ്വിനെ, കേട്ടോ. ആ അടവൊക്കെ പഴയതായി കേട്ടോ. അറിയാതെ കൈ തട്ടിയതല്ല എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ കണ്ടതാണ് കേട്ടോ. അറിയാതെ തട്ടിയതാണോ അറിഞ്ഞുകൊണ്ട് തട്ടിയതാണോ? അറിയാതെ കൈ തട്ടിയാലൊന്നും കട്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. അതുകൊണ്ട് അതൊന്നും വേണ്ട, അടങ്ങി അവിടെ ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അറിയാതെ കൈതട്ടി എങ്ങനെയാണ് എഡ്വിനെ ക്ലാസ് കേട്ടാവുന്നേ? ആദ്യം പറഞ്ഞു കേൾക്കുന്നില്ല എന്ന്. ഞാൻ നോക്കിയത് എന്താണ്, ഞാൻ വിചാരിച്ചു എഡ്വിൻ പറയും എന്ത് പറയുന്ന സൗണ്ട് ലിസൺ. അപ്പോ ഭൂമി എങ്ങനെയാണ് ഇങ്ങനെ റൗണ്ട് ആണ് എന്നുള്ളത് പറയും, എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത് എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ആദ്യം ഭൂമി ഇങ്ങനെ ഫ്ലാറ്റ് ആയിരുന്നു. ലോങ് എഗോ പീപ്പിൾ തോട്ട് ദാറ്റ് ദ എർത്ത് ഈസ് വെരി ഫ്ലാറ്റ് ആൻഡ് നൗ ഇറ്റ് ഹാസ് ബീൻ പ്രൂവ്ഡ് ഇൻ ഡിഫറെന്റ് വേയ്സ്. ഒരുപാട് വഴികളിലൂടെ അത് തെളിയിക്കപ്പെട്ടു ഭൂമി റൗണ്ട് ആണ് എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എബൌട്ട് 500 years ago, ഏകദേശം ഒരു 500 വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ? നിങ്ങളൊക്കെ ജനിച്ചിട്ടുണ്ടോ? അപ്പോ നിങ്ങളും നമ്മളും നിങ്ങളുടെ പാരൻസും അവരുടെ പാരൻസും ഒന്നും ജനിക്കാത്ത സമയമാണ് അല്ലേ? 500 years ago, 500 വർഷങ്ങൾക്ക് മുൻപ്. A sailor named Ferdinand Magellan started sailing around the world from Spain. അദ്ദേഹം എന്ത് ചെയ്തു? കപ്പലിൽ കൂടെ അല്ലേ ഈ ലോകം ചുറ്റി കാണാൻ വേണ്ടി പുറപ്പെട്ടു. ആര്? മഗല്ലൻ എന്ന് പറയുന്ന ഒരു പേഴ്സൺ, ഫെർഡിനാൻഡ് മഗല്ലൻ. ഹി സ്റ്റാർട്ടഡ് സെയിലിംഗ് ഫ്രം സ്പെയിൻ. സ്പെയിനിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. എന്ത് സ്റ്റാർട്ട് ചെയ്തു? ഈ ഭൂമി ഇങ്ങനെ ചുറ്റി കാണാൻ വേണ്ടി തുടങ്ങി. ആൻഡ് ഹി സെയിൽഡ് ടുവേർഡ്സ് ദ വെസ്റ്റ് ആൻഡ് ആഫ്റ്റർ 3 years came. അദ്ദേഹം അവിടെ നിന്ന് സ്പെയിനിൽ നിന്ന് വെസ്റ്റിലേക്ക് യാത്ര തിരിച്ചു. ആഫ്റ്റർ 3 years, 3 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എവിടെ നിന്നാണോ യാത്ര തുടങ്ങിയത്, അതായത് നിങ്ങളിപ്പോ ഈ ട്രൂ ലൈറ്റ് സ്കൂളിൽ നിന്ന് ലോകം ചുറ്റി കാണാൻ വേണ്ടി പുറപ്പെടുകയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ പോയിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു നിങ്ങളുടെ ജേർണി. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോൾ ചുറ്റി കറങ്ങി നിങ്ങൾ എവിടെ എത്തി? ഇവിടെ തന്നെ എത്തി. എവിടെ നിന്നാണോ നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്, യു കെയിം ദാറ്റ് പ്ലേസ്. നിങ്ങൾ ആ സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് എത്തി. അതിന്റെ അർത്ഥം എന്താണ്? ഭൂമി റൗണ്ട് ആണ് അല്ലേ? ബിക്കോസ് അതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തെന്നിട്ട്. അതൊരു സർക്കിൾ ഷേപ്പിലാണുള്ളത്, റൗണ്ട് ഷേപ്പിലാണ് അല്ലേ? വട്ടത്തിലാണുള്ളത്. സോ റൗണ്ട് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു റൗണ്ട് വരയ്ക്കുന്നത് ഇമാജിൻ ചെയ്യുക അല്ലേ? എവിടുന്ന നമ്മൾ റൗണ്ട് വരക്കുക? റൗണ്ട് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരച്ച് കറക്റ്റ് ആ പോയിന്റിൽ തന്നെ തിരിച്ചെത്തുമ്പോഴാണ് അതെന്ത് റൗണ്ട് ആവുന്നത് അല്ലേ? അപ്പൊ എവിടെ നിന്നാണോ ഒരു റൗണ്ടിന്റെ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് റൗണ്ട് വരച്ച് നിങ്ങൾ അവിടെ തന്നെ എത്തണം അല്ലേ? അത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വരച്ച് വേറെ എങ്ങോട്ടെങ്കിലും വരച്ചു കഴിഞ്ഞാൽ അതിനെ റൗണ്ട് എന്ന് പറയോ, സർക്കിൾ എന്ന് പറയോ? നോ. സർക്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഒരു പോയിന്റിൽ നിന്നും നമ്മളത് സ്റ്റാർട്ട് ചെയ്യും, ദെൻ വരച്ച് കറക്റ്റ് ആയിട്ട് അതേ പോയിന്റിൽ തന്നെ ടച്ച് ചെയ്യണം അല്ലെ? ഇത്തിരി മാറി അങ്ങോട്ട് പോയാൽ അത് റൗണ്ട് ആവുമോ? ഇല്ല. റൗണ്ട് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ എൻഡ് ചെയ്യണം അല്ലെ? എവിടെ നിന്ന് തുടങ്ങി അവിടെ തന്നെ അവസാനിക്കണം. ഈ പോയിന്റ് തുടങ്ങിയിട്ട് വേറെ പോയിന്റിൽ കൊണ്ട് അവസാനിപ്പിച്ചു വെച്ചാൽ അതിനെ റൗണ്ട് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഭൂമി റൗണ്ട് ആയതുകൊണ്ടാണ് മെഗല്ലൻ എവിടെ നിന്നാണോ അദ്ദേഹത്തിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ തിരിച്ചെത്തിയത് അല്ലെ? പക്ഷെ ഭൂമി പരന്നതാണെങ്കിൽ അദ്ദേഹം ഇവിടെ നിന്ന് പോയാല് ഇവിടെ തിരിച്ചെത്തുവോ? ഇല്ല. പോയിടത്തുനിന്ന് പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ? പരന്ന് കിടക്കുന്നതാണെങ്കിൽ ലൈൻ വരക്കുകയാണെങ്കിൽ, ഒരു ലൈൻ വരക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? എവിടേക്ക് വേണമെങ്കിലും വരക്കാം അല്ലെ? ഒരു ലൈൻ നമ്മൾ ബുക്കിന്റെ ഒരു പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, വരച്ച് 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 എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് വരക്കാം അല്ലെ? പക്ഷെ സർക്കിൾ അങ്ങനെയാണോ? സർക്കിൾ എവിടെ നിന്ന് നമ്മൾ വരക്കുന്നോ അവിടെ തന്നെ അവസാനിപ്പിക്കണം അല്ലെ? അപ്പോ മെഗല്ലൻ എവിടെ നിന്നാണോ അദ്ദേഹത്തിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്, ഹി കെയിം ബാക്ക് ദാറ്റ് സെയിം പ്ലേസ്. അവിടെ തന്നെ അദ്ദേഹം തിരിച്ചെത്തി. അപ്പൊ അതിനെയാണ് എന്ത്? അതുകൊണ്ടാണ് ഭൂമി റൗണ്ട് ആണ് എന്ന് പ്രൂവ് ചെയ്തതിനുള്ള ഒരു വേ അതാണ്, ഒരു വഴി അങ്ങനെയാണ്. ഭൂമി റൗണ്ട് ആണ് എന്ന് തെളിയിച്ചതിന്റെ ഒരു മാർഗം അതാണ്. ദെൻ this happen only if the path is circular. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്? ആ വഴി എന്താണ്? സർക്കുലർ ഷേപ്പിലായതുകൊണ്ടാണ് അല്ലെ? നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്
ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ തിരിച്ചെത്തിയത് അതിന്റെ വഴി വളരെ സർക്കുലർ ആയതുകൊണ്ടാണ്. എന്താണ് മോനെ അലൻ? അലൻ പി സാംസൺ എന്തെങ്കിലും പറയാനുണ്ടോ മോനെ? മിസ് ഈ ഭൂമി ഉരുണ്ടതല്ലേ, അപ്പൊ അടി ജീവിക്കുന്ന ജനങ്ങൾ മൊത്തം താഴത്തേക്ക് വീഴണ്ടല്ലേ? അടിയിൽ നിൽക്കുന്ന ജനങ്ങൾ മൊത്തം താഴത്തേക്ക് വീഴണ്ടല്ലേ? മോനെ അങ്ങനെയല്ല, ഭൂമിയുടെ ഒരു ഷേപ്പിനെയാണ് പറയുന്നത് അല്ലെ. ഉരുണ്ട ഷേപ്പാണ് എന്ന് പറയും. അതായത് അടിയിലും മുകളിലും ജനങ്ങൾ എന്നല്ല. എല്ലാ പ്ലാനറ്റ്സിനെയും പോലെ ഭൂമി ഇങ്ങനെ റൗണ്ട് ആണ്. നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് എന്താണ്? ഒരു ബോൾ പോലെയാണ് ഭൂമി എന്ന് ഇമാജിൻ ചെയ്യുമ്പോൾ അതിന്റെ മുകളിലും താഴെയും അടിയിലും ഒക്കെ ആളുകൾ ഉണ്ടാവുന്നല്ലേ. പക്ഷെ ഈ ഭൂമിയുടെ അവസാനം നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഭൂമി ഒരു നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഒരു ബോളിന്റെ അത്രയും ചെറുതാണോ ഭൂമി? അല്ലല്ലോ, അത് വളരെ വലുതാണ് അല്ലെ, ഒരുപാട് വലുതാണ്. നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി പറ്റുമോ? ഇതിനെ ഒരു ബോൾ ഷേപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇത് മുഴുവനായിട്ടും വരുമ്പോ ഭൂമിയുടെ അകത്ത് എല്ലാവരും പരന്ന സ്ഥലത്ത്, നമ്മളിപ്പോ ഒരു പരന്ന സ്ഥലത്ത് താമസിക്കുന്നു അല്ലെ, അതുപോലെ എല്ലാവരും പല സ്ഥലങ്ങളിൽ താമസിക്കുന്നുണ്ട്. പക്ഷെ ഭൂമിയുടെ ഒരു എൻറ്റയർ ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൗണ്ട് ഷേപ്പ് ആണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മുകളിൽ താഴെ ആളുകൾ ഉണ്ട് എന്നല്ല, ഭൂമിയിൽ മുഴുവൻ ആളുകൾ ഉണ്ട് അല്ലെ, ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അതിന്റെ എൻറ്റയർ ഷേപ്പ് എന്താണ്? റൗണ്ട് ആണ് അല്ലെ. നമ്മൾ ഇമാജിൻ ചെയ്യുന്ന നമ്മുടെ ചെറിയ ഒരു ബോളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പോലെയല്ല അല്ലെ, അതിന്റെ അകത്ത് നിറയെ ആളുകൾ എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യരുത്. ഇത് വളരെ വലുതാണ് അല്ലെ, ഒരുപാട് വലുതാണ് ഭൂമി. ഇതില് ആണ് എല്ലാം ഉള്ളത് അല്ലെ. നമ്മുടെ അമേരിക്കയും ഇംഗ്ലണ്ടും എല്ലാ സ്ഥലങ്ങളും അല്ലെ, നമ്മുടെ പാടിച്ചാലും ചെറുപുഴയും ഒക്കെ അടങ്ങിയിട്ട് എല്ലാ രാജ്യങ്ങളും അല്ലെ, എല്ലാ രാജ്യങ്ങളും ഒരുപാട് രാജ്യങ്ങൾ അടങ്ങിയ വളരെ വലിയതാണ് ഭൂമി അല്ലെ. നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ചെറിയ ബോൾ പോലെയല്ല. പക്ഷെ ഇതിന്റെ ഷേപ്പ് എന്താണ്? റൗണ്ട് ഷേപ്പാണ്. നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ തിരിച്ചെത്താൻ പറ്റുന്ന വിധം ഭൂമിയുടെ ഷേപ്പ് റൗണ്ട് ആണ് എന്നാണ് പറയുന്നത്. ഇതിൽ തന്നെ ഒരുപാടുണ്ട് പഠിക്കാൻ വേണ്ടി. ഭൂമിയുടെ പോൾസ്, പലതായിട്ട് ഭൂമിയുടെ ഡിവൈഡ് ചെയ്യുന്ന ഭാഗങ്ങൾ, ഭൂമിയുടെ ലെയേഴ്സ്, ഇതൊക്കെ പഠിക്കാനുണ്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവുക കേട്ടോ. ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നതാണ് റൗണ്ട് ഷേപ്പ്. ഓക്കെ, then photographs of the earth taken from space have also shown that the same earth is round. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നമ്മുടെ അലൻ ചോദിച്ച പോലെ ഭൂമി റൗണ്ട് ആണ് എന്ന് പറയാനുള്ളതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, photographs of the earth taken from space have also shown that the earth is round. Photographs of the earth taken from space അല്ലെ, ഭൂമിയുടെ എന്താണ് പുറത്ത് നിന്ന് ഭൂമിയുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ നമ്മൾ ചന്ദ്രനിൽ പോകുന്നു അല്ലെങ്കിൽ സ്പേസിൽ ഏതെങ്കിലും ബഹിരാകാശത്ത് പോയിട്ട് നമ്മൾ ഭൂമിയുടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഭൂമി റൗണ്ടിലാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഭൂമിയുടെ പുറത്ത് നിന്നിട്ട് നമ്മളൊക്കെ ഈ ഭൂമി എന്ന് പറയുന്ന ഇതിന്റെ റൗണ്ടിന്റെ അകത്താണുള്ളത് ഇല്ലേ, നമ്മളൊക്കെ ഇതിന്റെ ഉള്ളിലാണുള്ളത്. സോ ഇതിന്റെ പുറത്ത് പോയിട്ട് വേറൊരു സ്പേസിൽ പോയിട്ട് അല്ലെങ്കിൽ വേറൊരു പ്ലാനറ്റിൽ പോയിട്ട് നമ്മൾ ഭൂമിയുടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് ഭൂമി കാണുക എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ടുകൂടിയാണ് ഭൂമി റൗണ്ടിലാണ് എന്ന് പറയുന്നത്. നമ്മളല്ലാതെ പുറത്ത് പോയി ഭൂമിയുടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എന്താണ് മോളെ ഏഞ്ചൽ? മിസ് വേറെ എന്തൊക്കെയോ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ആ മോളെ, ഇവിടെ ഉണ്ടല്ലോ ഏഞ്ചൽ, നമ്മുടെ കൺസ്ട്രക്ഷന്റെ പണി നടക്കുന്നുണ്ടല്ലോ, അതിന്റെയാണ് അത് ആ കേൾക്കുന്നത്. സോ നമ്മൾ വേറെ ഒരു സ്പേസിൽ പോയിട്ട് ഭൂമിയുടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് റൗണ്ടിലാണ് കാണാൻ പറ്റുക എന്ന് പറയുന്നത്. നിങ്ങൾ നന്നായി പഠിച്ച് വലിയ കുട്ടികളൊക്കെ ആയിട്ട് സ്പേസിലേക്കൊക്കെ യാത്ര പോകാനുള്ള ചാൻസ് ഒക്കെ കിട്ടിയാൽ, വലിയ വലിയ ആളുകളൊക്കെ ആയാൽ അങ്ങനെ ചെയ്യാം അല്ലേ. സ്പേസിലേക്കൊക്കെ ഒരുപാട് ആളുകൾ പോകുന്നുണ്ടല്ലേ, മറ്റ് പ്ലാനറ്റ്സിലേക്കൊക്കെ. ചന്ദ്രനിലൊക്കെ കാലുകുത്തി, ചന്ദ്രനിലൊക്കെ വെള്ളത്തിന്റെ അംശം കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റിപ്പോർട്ട് കാണില്ലേ. മൂൺ എന്താണ്, നമ്മളെ എർത്തിനെ പോലെയാണോ? വേറെ ഒരു പ്ലാനറ്റിലും ആർക്കും ജീവിക്കാൻ വേണ്ടി പറ്റില്ല അല്ലെ. നമ്മുടെ ഭൂമി മാത്രമാണ് ജീവിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഗ്രഹം എന്നാ പറയുന്നത്. ചന്ദ്രനിലൊന്നും പോയാൽ നമുക്ക് നിൽക്കാൻ പോലും പറ്റില്ല. കാരണം അവിടെ എന്താണ്, അവിടെ നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജനോ ഒന്നുമില്ല. നമുക്ക് അവിടെ നിലത്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? നമ്മുടെ ഭൂമിയിൽ നിൽക്കുന്ന മാതിരി ഒന്നും പറ്റില്ല. ചന്ദ്രനിലൊക്കെ പോകുന്ന ആളുകൾ ഓക്സിജൻ ബാഗ് ഒക്കെ കൊണ്ടാ പോവുക അല്ലെ.
അപ്പൊ അവിടെ ഒക്കെ പോയിട്ട് വേറൊരു ഗ്രഹത്തിൽ പോയിട്ട് നമ്മൾ നമ്മളെ ഭൂമിനെ നോക്കുക. അതായത് ഈ ആദ്യം പിക്ചറിന്റെ ആദ്യം കണ്ടോ സോളാർ സിസ്റ്റം ഇങ്ങനെ കുറേ ഉണ്ടല്ലേ, ഇവിടെ എന്തുണ്ട്, എർത്ത് ഉണ്ട്. അപ്പൊ ഇതേപോലെ നമ്മൾ വേറെ ഏതെങ്കിലും ഒക്കെ ഗ്രഹത്തിൽ പോയിട്ട് ഭൂമിയുടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ റൗണ്ടിലാണ് കാണുക എന്നാണ് പറയുന്നത്. നിങ്ങൾ പഠിച്ച് നല്ല മക്കളൊക്കെ ആയിട്ട് വലിയ ആളുകളൊക്കെ ആയി കഴിയുമ്പോൾ എന്താണ്, പുറത്ത് സ്പേസിലൊക്കെ പോയി ഭൂമിയുടെ ഫോട്ടോ ഒക്കെ എടുത്താൽ അത് വേറെ തന്നെ ഒരു ലോകമാണല്ലേ. അതൊക്കെ ചില ആളുകളുടെ ലക്കാണല്ലേ, പുറത്ത് പോയിട്ട് ഇതൊക്കെ കാണാനും ഒക്കെ അറിയാനും പറ്റുന്നത് അല്ലേ. അപ്പോൾ വേറൊരു സ്ഥലത്ത് നമ്മൾ പോയിട്ട്, അതായത് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പുറത്ത് പോയിട്ട്, നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ ഈ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക്? ഇല്ലല്ലോ. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പുറത്ത് പോയിട്ട് നമ്മുടെ ഭൂമിയെ നോക്കി കഴിയുമ്പോൾ റൗണ്ട് ഷേപ്പിലാണ് കാണുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ മൂവ്മെന്റ് ഓഫ് ദ എർത്ത്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എർത്തിന്റെ മൂവ്മെന്റ് ആണ്, നമ്മുടെ ഭൂമിയുടെ ചലനം, മൂവ്മെന്റ് അല്ലേ. The earth spins like a top on its axis all the time. The axis is an imaginary line that runs through the center of the earth. The axis of the earth is slightly tilted. The spinning of the earth on its axis is called rotation. The earth spins from west to east. It completes one rotation in about 24 hours. ഇനി ഭൂമിയുടെ കറക്കം, ഭൂമിയുടെ മൂവ്മെന്റ്. ഭൂമി എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭൂമി എപ്പോഴും കറങ്ങുകയാണെന്ന്. ഭൂമി കറങ്ങുകയാണെങ്കിൽ നമ്മുടെ അലൻ ഇമാജിൻ ചെയ്ത മാതിരി ഭൂമി കറങ്ങുമ്പോൾ നമ്മളും കൂടെ കറങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ, നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ലേ? സോ അതുപോലെയാണ് അല്ലേ, ഭൂമി എപ്പോഴും കറങ്ങുന്നുണ്ട്. ഭൂമിക്കകത്തുള്ള നമ്മൾ കറങ്ങുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഭൂമി എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് എ ടോപ്പ് ഓൺ ഇറ്റ്സ് ആക്സിസ് ഓൾ ദി ടൈം. പമ്പരം കറങ്ങുന്ന പോലെ അല്ലേ, ഒരു പമ്പരം ഇങ്ങനെ കറങ്ങുന്ന പോലെ ഭൂമി അതിന്റെ ആക്സിസിൽ, അതായത് അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട്. ഭൂമിയുടെ നടുവിൽ കൂടെ ഒരു ഇമാജിനറി ആക്സിസ് ഉണ്ട്. അത് ആക്ച്വലി അവിടെ ഉള്ളതല്ല, പക്ഷെ എന്താണ്, അതുണ്ട് എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാണ്. ഇവിടെ തന്നിട്ടുള്ള പിക്ചർ നോക്കുക, സെക്കൻഡ് പിക്ചർ, എർത്തിന്റെ രണ്ടാമത്തെ ചിത്രം നോക്കുക. മുകളിൽ അവർ എർത്ത് ഉണ്ട്, താഴെ ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ട് ഒരു എർത്ത് കണ്ടോ. അതിൽ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് എന്തുണ്ട്, ഒരു ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് മുകളിൽ നിന്ന് ഇങ്ങനെ, അതായത് ഒരു ബോളിന്റെ അകത്ത് നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെരിച്ചിട്ടൊരു കമ്പോ എന്തെങ്കിലും കുത്തി ഇറക്കുകയാണെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു കമ്പിയോ ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സാധനം ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് നിങ്ങൾ ഇങ്ങനെ കുത്തി ഇറക്കുകയാണ് ഭൂമിയുടെ. അങ്ങനെയാണെങ്കിൽ എന്താണ്, അതിൻ്റെ അകത്ത് എന്നിട്ട് ഇങ്ങനെ കറങ്ങുകയാണ് ഭൂമി. എങ്ങനെയാ, നിങ്ങൾക്കിപ്പോ നിങ്ങൾ ഒരു ബോൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കളിക്കുന്ന ഒരു ബോൾ, കാറ്റ് നിറച്ച ബോൾ, അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നേരെ മുകളിൽ നിന്ന് താഴേക്കല്ല, അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ചെരിഞ്ഞിട്ട് ഒരു കമ്പി ഇങ്ങനെ കുത്തി ഇറക്കി അല്ലേ. അപ്പൊ അതിന്റെ ഒരറ്റം മുകളിലുണ്ടാവും, ഒരറ്റം താഴെ ഉണ്ടാവും അല്ലേ. അതില് ഭൂമി ഇങ്ങനെ ചുറ്റിട്ട് അതിൽ ആ പന്ത് ഇങ്ങനെ കറങ്ങാണ്. അതുപോലെയാണ് ഭൂമി അതിന്റെ ആക്സിസിൽ, ഈ നടുവിലെ കൂടിയുള്ള ഈ ലൈനിൽ ഇങ്ങനെ കറങ്ങുന്നത് എന്നാണ് ഇമാജിൻ ചെയ്യുന്നത്. ദെൻ ഈ ആക്സിസ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈനാണ്. ആക്ച്വലി അതവിടെ ഇല്ല, പക്ഷെ അങ്ങനെ ഉള്ളതായിട്ടാണ് ഇമാജിൻ ചെയ്യപ്പെടുന്നത്. ദെൻ ദ ആക്സിസ് ഓഫ് ദ എർത്ത് ഈസ് സ്ലൈറ്റ്ലി tilted. എന്താണ് ഈ ആക്സിസ്, ഇത് കുറച്ച് ചെരിഞ്ഞിട്ടാണുള്ളത് അല്ലെ, നേരെ മുകളിൽ നിന്ന് താഴേക്കല്ല. ഈ പിക്ചറിൽ നോക്കിയാൽ തന്നെ കാണാം അല്ലെ, നേരെ ഭൂമിയുടെ മുകളിൽ നിന്ന് താഴേക്കാണോ ആ ലൈൻ ഉള്ളത്. ഒരു സൈഡിൽ നിന്ന് കുറച്ചിങ്ങനെ ചെരിഞ്ഞിട്ടാ താഴോട്ട് വിട്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അതുപോലെയാണ് ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ് ഈസ് കോൾഡ് റൊട്ടേഷൻ. അപ്പൊ ഭൂമി ഈ തണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, റൊട്ടേഷൻ എന്ന് പറയാ. എർത്ത് റൊട്ടേഷൻ, ഭൂമിയുടെ കറക്കം, ഭൂമിയുടെ ചലനം എന്ന് നമ്മൾ പറയാം. ദ എർത്ത് സ്പിൻസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഇതിങ്ങനെ കറങ്ങുന്നത് എവിടെ നിന്നാണ്, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടുണ്ട്. ഇറ്റ് കംപ്ലീറ്റ്സ് വൺ റൊട്ടേഷൻ ഇൻ അബൌട്ട് 24 hours. ഭൂമി അങ്ങനെ ഒരു തവണ കറങ്ങി ഫിനിഷ് ചെയ്യണമെങ്കിൽ, അതായത് ഒരു തവണ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ഇങ്ങനെ കറങ്ങിയിട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 24 hours വേണം, 24 മണിക്കൂർ വേണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഒരു തവണ കറങ്ങി അത് ഫിനിഷ് ചെയ്യാൻ 24 മണിക്കൂർ വേണം. അതായത് ഭൂമി ഇങ്ങനെ എപ്പോഴും അതിൻ്റെ ഒരു ഇമാജിനറി അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അങ്ങനെ അത് കറങ്ങിയിട്ട് ഒരു തവണ ഫിനിഷ് ചെയ്യണമെങ്കിൽ
24 മണിക്കൂർ വേണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ അത്രയും? ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. എല്ലാം കൂടെ അത് ഒന്നിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സോ ഇത്രയും ഭാഗം നന്നായി വായിച്ചിട്ട് മാത്രമേ നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. ഓക്കെ, then നന്നായി വായിച്ചു നോക്കുക. എന്നിട്ട് എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ നന്നായി